welcome to my new video. ഇന്നാണെങ്കിൽ എൻ്റെ അമ്മ പാലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹായ്, ഇന്ന് നമുക്കൊരു പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 4 മണിക്കൂർ കുതിർത്ത ഇഡലി റൈസാണിത്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് ഇഡലി റൈസാണ്. അത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ടു. ഇനിയും അതിലോട്ട് 1 സ്പൂൺ ഈസ്റ്റ്, 2 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അരയ്ക്കാം. നമ്മൾ അരിയും ഈസ്റ്റും പഞ്ചസാരയും കൂടെ കൂടി അരച്ചത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ഈ കപ്പിനാണ് നമ്മൾ 2 ഗ്ലാസ് അരി ഇട്ടത്. അപ്പം ഈ സെയിം കപ്പിന് തന്നെ 1 ഗ്ലാസ് ചോറ്. എൻ്റെ കയ്യിലിപ്പം നമ്മുടെ കുത്തിരി ചോറാണുള്ളത്. അതേസമയം വെള്ളയരിയുടെ ചോറാണെങ്കിൽ നല്ല അപ്പത്തിന് നല്ല കളർ കിട്ടും, കുത്തിരിയാണെങ്കിൽ നല്ല കളർ കിട്ടും. നമ്മൾ ചോറെടുത്ത അതേ കപ്പിൽ തന്നെ 1 ഗ്ലാസ് തേങ്ങയും നമ്മൾ ചിരണ്ടുമ്പം തേങ്ങയുടെ ആ ചിരട്ട എന്നുള്ള ബ്രൗൺ ഭാഗമൊക്കെ ഒഴിവാക്കി നല്ല വൈറ്റ് ഭാഗം തന്നെ എടുക്കാൻ നോക്കണേ. ഇനി ഇതിലേക്കും 1 സ്പൂൺ പഞ്ചസാര. നമ്മൾ നേരത്തെ 1/2 സ്പൂൺ ഈസ്റ്റ് ഇട്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 1/4 സ്പൂൺ പോലും ഇല്ല, ഒരു പിഞ്ച് ഈസ്റ്റ്. ഇനി ഇതിലേക്കൊരു 6 ഐസ് ക്യൂബാണ്, ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് കപ്പൊന്നും കാച്ചുന്നില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് എളുപ്പത്തിൽ അപ്പം ഉണ്ടാക്കാം. ഇതിപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൂസ് വേണേ. നമ്മളിപ്പം ഇത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കൈ കൊണ്ട്. എന്നിട്ട് നമ്മൾ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നന്നായിട്ട് റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല അപ്പം നമുക്ക് കിട്ടും. ഐസ് ക്യൂബ് ഇട്ടത് നമ്മൾ അരി അരയ്ക്കുമ്പോൾ മിക്സി പെട്ടെന്ന് ചൂടാവുമല്ലോ, അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് അരച്ചത്. അപ്പം തേങ്ങയും ചോറും നല്ല തണുത്തിരിക്കും. അത് അരിയിലോട്ട് മിക്സ് ചെയ്യാൻ നമ്മൾ അരച്ച മാവിലോട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അപ്പത്തിന് കപ്പ് കാച്ചുന്നില്ല. നമ്മുടെ മാവ് ഇപ്പം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 8 മണിക്കൂറായി. വേണ്ട, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചേ. ഹോൾസ് ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. ഈ നോൺ സ്റ്റിക്കിലും നമ്മൾ ഉണ്ടാക്കും, ഇതുപോലെ തന്നെ ഇരിക്കും. ടേസ്റ്റ് കൂടുതൽ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ അപ്പം ഇപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി അപ്പാണ്. എനിക്കാണെങ്കിൽ ക്രിസ്പി അപ്പാണ് ഇഷ്ടം. സൈഡെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. വെരി ഈസി റെസിപ്പിയാണ്. Hope you like this video. Take care. Bye bye. See you all in the next video.